ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. വിദേശത്തെ കോൾ സെന്റർ ഉപയോഗിച്ച് സൈബർ തട്ടിപ്പ് നടന്ന ചൈനീസ് ഗ്രൂപ്പുകൾക്ക് സിം കാർഡുകൾ എത്തിക്കുന്ന സംഘവും കേരളത്തിൽ സജീവം എന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്ത്. വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചെടുക്കുന്ന സിം കാർഡുകൾ ഉപയോഗിച്ചാണ് കോൾ സെന്ററുകൾ വഴിയുള്ള തട്ടിപ്പ്. ഈ സംഘത്തെ കേന്ദ്രീകരിച്ച് കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. സംഭവത്തിൽ ഇതുവരെ 2 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നവമാധ്യമങ്ങൾ വഴി ചങ്ങാത്തം കൂടാനോ ഷെയർ മാർക്കറ്റിൽ പങ്കാളിയാകാനോ ക്ഷണിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു നമ്പറിൽ നിന്നും കോൾ വിളിച്ചുകൊണ്ടോ സന്ദേശം അയച്ചുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നതെന്നാണ് ലഭിച്ച വിവരം. സംസാരിക്കുന്നത് മലയാളിയായിരിക്കുമെങ്കിലും കോളിന്റെ ഉറവിടം ഇന്ത്യയിൽ എവിടെയെന്നുമായിരിക്കില്ല. കംബോഡിയയിലും മ്യാൻമറിലും ലാവോസിലുമായി ചൈനീസ് സംഘം നടത്തുന്ന കോൾ സെന്ററുകളിൽ നിന്നാണ് ഈ കോളുകൾ എത്തുന്നത്. ഈ തട്ടിപ്പ് കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് സിം എത്തിക്കുന്ന സംഘവും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ വിവരമനുസരിച്ച് കേരള പോലീസിന്റെ സൈബർ ഡിവിഷൻ പരിശോധന നടത്തുന്നതിനിടെയാണ് തൃശൂരിൽ 3.5 ലക്ഷം ഓൺലൈൻ വഴി തട്ടിയ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. മാള സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പരാതിക്കാരനെ വിളിച്ച കോൾ പോലീസ് പരിശോധിച്ചു. കൊല്ലത്തുള്ള ഒരാളുടെ പേരിലെടുത്ത സിമ്മിൽ നിന്നാണ് കോൾ എത്തിയത്. പക്ഷേ അയാൾക്ക് ഈ തട്ടിപ്പുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അന്വേഷണം ചെന്നെത്തിയത് സിം വിൽപ്പന നടത്തുന്ന വർക്കല സ്വദേശി വിഷ്ണുവിലേക്ക് നീണ്ടു. തുടർന്ന് വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ചൈനീസ് തട്ടിപ്പ് സംഘത്തോടൊപ്പം ജോലി ചെയ്യുന്ന മുഫ്ലിക്കിന് വേണ്ടിയാണ് വ്യാജവിലാസത്തിൽ സിമ്മുകൾ എടുത്ത് നൽകുന്നതെന്ന് വിഷ്ണു മൊഴി നൽകി. കേരളത്തിലെ പല ഭാഗങ്ങളിലായി 500-ലധികം സിമ്മുകൾ മുഫ്ലിക്ക് ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട്. വിഷ്ണു കൈമാറുന്ന OTP നമ്പർ ഉപയോഗിച്ച് വിദേശത്തിരിക്കുന്ന മുഫ്ലിക്ക് വാട്സപ്പ് ഡൗൺലോഡ് ചെയ്താണ് ഈ നമ്പറുകൾ വഴി തട്ടിപ്പ് നടന്നത്. വിദേശത്തു നിന്നെത്തിയ മുഫ്ലിക്കിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മുഫ്ലിക്കിൽ നിന്നും പോലീസിന് ലഭിച്ചിരിക്കുന്നത് വിദേശത്ത് പ്രവർത്തിക്കുന്ന ചൈനീസ് സംഘത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങളാണ്. കേസിൽ വിഷ്ണുവും മുഫ്ലിക്കുമാണ് ഇതുവരെ പിടിയിലായത്. ന്യൂസ് ഡെസ്ക് ഗ്രാമിക.